സാമുദായിക നേതാക്കളുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വന്നു എന്ന കെ മുരളീധരന്റെ പരാമർശത്തെ തള്ളി എം ഹസൻ. സാമുദായിക സംഘടനകളുമായി യുഡിഎഫിന് ഇപ്പോഴും നല്ല ബന്ധം. സാമുദായിക സംഘടനകളോട് സിപിഎമ്മിനും ബിജെപിക്കും ഒരേ നിലപാടാണ്. പാർട്ടി നിയമസഭാ കക്ഷി നേതൃത്വത്തിന് പരിചയക്കുറവുണ്ട്. കെ കരുണാകരനെയും എ കെ ആന്റണിയെയും പോലുള്ളവർ ഇരുന്ന സ്ഥാനങ്ങളിൽ ആ കുറവ് സ്വാഭാവികമെന്നും എം ഹസൻ പറഞ്ഞു. അത് മുരളീധരന്റെ അഭിപ്രായമൊന്നും ശരിയല്ല. നിരന്തരമായി ഇപ്പോഴത്തെ നേതൃത്വം ഞങ്ങളെല്ലാവരും ഞാനടക്കം ഈ നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ സമുദായങ്ങളുടെയും നേതാക്കന്മാരുമായി അവരുടെ സംഘടനകളുമായി സൗഹൃദം എന്ന് പറയുന്നത് രാഷ്ട്രീയ ചർച്ചയല്ലല്ലോ. അത് എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെല്ലാവരും നിലനിർത്തുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ നിരവധി ഇപ്പോൾ ഈ ജനുവരി മാസത്തിലൊക്കെയാണ് ശിവഗിരി തീർത്ഥാടനം, അപ്പോഴാണ് മന്നം ജയന്തി. അതുപോലെ തന്നെ ക്രൈസ്തവ ബിഷപ്പന്മാരെ ഞങ്ങൾക്ക് ഈ പല സമയത്തും ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നടത്തിയ അവരുടെ സ്വീകരണം, ഇതിലെല്ലാം ഇപ്പോഴത്തെ ഞങ്ങളെല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. മുരളീധരനും പങ്കെടുത്തിരുന്നു. പിന്നെ മുമ്പ് കാലത്ത് വളരെ കെ കരുണാകരനും എ കെ ആന്റണിയുള്ള കാലത്ത് സി കെ കരുണാകരനായിരുന്നു. ഇപ്പോൾ ഉള്ള നേതാക്കന്മാരെല്ലാവരും അവരുമായി ബന്ധപ്പെടുന്നുണ്ട്. മുരളി ഇടയ്ക്കിടയ്ക്ക് ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് യാഥാർത്ഥ്യവുമായി നിരക്കാത്ത ചില അഭിപ്രായങ്ങളോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ മതസംഘടനകളുമായും സമുദായ സംഘടനകളുമായി അവരുടെ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ഇന്നത്തെ നേതൃത്വം പരിപൂർണമായി ബന്ധപ്പെടുകയും സഹകരിക്കുകയും ചെയ്യുന്നു. താങ്കൾ പറഞ്ഞത് ഈ എ കെ ആന്റണിയുടെ കാലത്തും കർണാടക കാലത്തുമൊക്കെ കുറച്ചുകൂടെ വളരെ പരിചിതരായ നേതാക്കളായിരുന്നു. ഏത് സാമൂഹ്യ സാഹചര്യം വന്നാലും അതിനെങ്ങനെ ടാക്കിൾ ചെയ്യണമെന്നറിയായിരുന്നു. ഇപ്പോഴത്തെ നേതൃത്വത്തിന് അങ്ങനെ ഒരു പരിചയക്കുറവ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് പരിചയക്കുറവല്ല. അവരെത്ര കാലത്തെ എത്ര പതിറ്റാണ്ടുകളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് സി കെ കരുണാകരൻ മുഖ്യമന്ത്രി പാർലമെന്ററി പാർട്ടി ലീഡറായത്. എ കെ ആന്റണിയെ കെ എസ് യുവിന്റെ പ്രസിഡന്റായി, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്ന ആളാണ്. അപ്പൊ അതിപ്പോ ഒരു കെ കെ ആന്റണിയോടും കെ കരുണാകരനോടും ഇപ്പോഴത്തെ നേതൃത്വത്തെ ആരും താരതമ്യം ചെയ്യാൻ തയ്യാറാവില്ല. ഇവര് കുറെ കാലം കഴിയുമ്പോൾ ആ നിലയിലേക്കൊക്കെ എത്തും. ഇവരേറ്റെടുത്ത ഉത്തരവാദിത്വം അവർ തൃപ്തികരമായി നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിനാണ് കൂടിയാലോചനകൾ വേണം. പാർട്ടിക്കകത്ത് ഇത്തരം കാര്യങ്ങൾ നിരന്തരമായി ചർച്ച ചെയ്യണമെന്നെല്ലാം തീരുമാനിച്ചിട്ടുള്ളതാണ്. അത് ഫലപ്രദമായി നടക്കണം. മുരളി പറഞ്ഞ ആ ഒരു ഭാഗമേ ഞാൻ അത് യോജിക്കുന്നുള്ളൂ. കാരണം നിരന്തരമായി സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ച് രാഷ്ട്രീയകാര്യ സമിതി, KPCC എക്സിക്യൂട്ടീവ്, UDFന്റെ സംസ്ഥാന സമിതി ഇതൊക്കെ കൂടി നിരന്തരമായി ചർച്ച ചെയ്യും. ആ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനുള്ള പരിപാടികൾ ഇടുകയും വേണം. അതിന്റെ അഭാവം കുറച്ചുണ്ടെന്നുള്ളത് ഞാൻ സമ്മതിക്കും. രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരാത്തത് പോരായ്മയെന്നും എം ഹസൻ. മാസത്തിൽ ഒന്നെങ്കിലും ചേരണമെന്ന നിർദ്ദേശം നടപ്പിലായില്ല. കൃത്യമായി രാഷ്ട്രീയകാര്യ സമിതി ചേരുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ഉറപ്പു നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയകാര്യ സമിതി ചേർന്ന് അഭിപ്രായ രൂപീകരണം നടത്താത്തതുകൊണ്ടാണ് കെ സുധാകരന്റെ പ്രതികരണങ്ങൾ വ്യത്യസ്തമായി മാറുന്നതെന്നും എം ഹസൻ പറഞ്ഞു. അത്തരം കാര്യങ്ങളിൽ മുരളി പറഞ്ഞതിനോട് യോജിക്കുന്നു. രാഷ്ട്രീയകാര്യ സമിതി മാസത്തിൽ ഒന്ന് കൂടിയേ തീരൂ. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ AICCയുടെ പുതിയ ജനറൽ സെക്രട്ടറി വന്ന ആദ്യത്തെ യോഗത്തിൽ തന്നെ ശ്രീമതി ദീപാദാസ് മുൻഷി ആ ഒരു തീരുമാനം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ട് എല്ലാ മാസവും രാഷ്ട്രീയകാര്യ സമിതി കൂടും. രാഷ്ട്രീയ പ്രശ്നങ്ങളും മറ്റു പ്രശ്നങ്ങളുമൊക്കെ അതിൽ ചർച്ച ചെയ്യണമെന്ന് അവർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾക്ക് അഭിപ്രായം പറയാനുള്ള ഒരു വേദി അതേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് കൂടാതിരിക്കാൻ പാടില്ല. ഈ വിമർശനം വന്നതുകൊണ്ടാണ് പുതിയ AICC ജനറൽ സെക്രട്ടറി കർശനമായ നിർദ്ദേശം നേരത്തെ നിർദ്ദേശം കൊടുക്കാഞ്ഞിട്ടല്ല, പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് കൂടാതെ പോയിട്ടുണ്ട്. പക്ഷെ ഇനി ഏത് കാരണം പറഞ്ഞായാലും കൂടാതിരിക്കാൻ പാടില്ല. കാരണം തെരഞ്ഞെടുപ്പ് നമ്മുടെ വാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. ശ്രീ സുധീരനൊക്കെ പോലും പരസ്യമായി പറയേണ്ടി വരുന്നു എന്നുള്ളിടത്തല്ലേ ആ ഒരു ഗതികേട് നിൽക്കുന്നത്. അത് സുധീരൻ മീറ്റിംഗിൽ പറഞ്ഞ കാര്യങ്ങൾ അത് വാസ്തവത്തിൽ അത് മീറ്റിംഗിൽ എന്ത് കാര്യം പറഞ്ഞാലും പുറത്തു വരും. അദ്ദേഹം പറഞ്ഞതിൽ ചില പ്രസക്തമായ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പാർട്ടി നേതൃത്വം ശ്രദ്ധിക്കണം എന്നല്ലാതെ സുധീരൻ ഇങ്ങനെ പരസ്യമായ ഒരു വിവാദം ഇപ്പോഴുണ്ടാക്കുന്നതാണ്. സുധീരനായാലും ഞാനായാലും മുരളിയായാലും ആത്യന്തികമായി അത് ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്കും മുന്നണിക്കും ഗുണം ചെയ്യില്ല. അത്രയേ ഉള്ളൂ.